അപ്പൊ ഞാനും അമ്പാടിയും കൂടി ദാ എന്റെ വീട്ടിലോട്ട് പോകാനാട്ടോ പോകുന്നത്. അപ്പൊ അമ്പാടി അംഗൻവാടിയൊക്കെ വിട്ടിട്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആ ബസ്സിൽ കയറിയിട്ടുണ്ട്. മൊത്തത്തിൽ 3 ബസ് കയറുന്നത്, ഇപ്പൊ രണ്ടാമത്തെ ആയതേ ഉള്ളൂ. ഇനി കൊട്ടിത്തിറങ്ങിയിട്ടോ അടുത്ത ബസ്. അവന് പോകുന്ന വഴിക്ക് കണ്ട് അവന് ദാഹിക്കുന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജ്യൂസിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാനും ഒന്ന് കുടിച്ചു നോക്കി. വലിയ കുഴപ്പമില്ല, മാംഗോയുടെ ഫ്ലേവർ ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു നേരം ബസ്സിലേക്ക് ഇരുന്നിട്ട് 10 മിനിറ്റ് മതി കുട്ടിയെത്തുന്ന വീട്ടിലോട്ട് പോവാൻ. വീടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വീടെത്തിയില്ല, നടന്ന് വെച്ച് കുറച്ചും കൂടി പോകണം. അപ്പൊ ഇത് കണ്ട് ഞാൻ എന്റെ കല്യാണം നടന്ന അമ്പലോട്ടോ, മൂർത്തിക്ക അമ്പലം എന്നാട്ടോ പേര്. അപ്പൊ ഇതാട്ടോ വീട്ടിലോട്ട് പോകണ വഴി. അപ്പം കാറും ഓട്ടോ ഒന്നും പോകത്തില്ല, ബൈക്കുകളെ പോകത്തുള്ളൂ കേട്ടോ. ഞാനും അമ്പാടിയും കൊണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ കുഞ്ഞിലേക്ക് അമ്പാടിയെ ഞാനോട് വരണമെങ്കിൽ അച്ഛൻ പറഞ്ഞു കേട്ടോ. അന്നൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൊണ്ട് ബസ്സിലൊക്കെ കയറാൻ. ഇപ്പൊ പിന്നെ ബസ്സിലൊക്കെ കയറാൻ പഠിച്ചതിന് ശേഷം പിന്നെ വലിയ പാടില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു പശുവിനെ കണ്ട് കുറച്ചു നേരം പശുവിനെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ വീട്. അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും ജോലിക്ക് പോയി. ഞാൻ വരുന്ന കാര്യം സർപ്രൈസ് ആയിട്ട് വയ്ക്കാനാട്ടോ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നത് അമ്മ ജോലിക്ക് പോയി വരുമ്പോഴത്തേനും സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ ഹൃദയം പോയി അവിടെ തട്ടു കേട്ടോ. വീട്ടിൽ ആരും ഇല്ലെന്ന് അറിയുമ്പോൾ തട്ടു കേട്ടോ. അപ്പൊ ഇത് കണ്ട് രണ്ടാമത്തെ വഴി ഞാൻ പറഞ്ഞു ഞങ്ങൾ വരും. അപ്പൊ ഇതിന് അമ്മ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും കേട്ടോ ബാക്കി ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേനും അമ്മ വരുമ്പോഴത്തേനും ഞാൻ തൂത്ത് വരാമെന്നും പറഞ്ഞിട്ട് അവിടെ എല്ലാം തൂത്ത് വരുന്നത്. അമ്മ ഇവിടെ അടുത്ത് ഒരു കമ്പനിയിലാട്ടോ പോകുന്നത്. അപ്പൊ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. 5:30 ആകുമ്പോഴത്തേന് വരും. ഇതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്ന ചാത്തിന് കയറും. അപ്പൊ അവിടെ ഒരു വർഷം ജോലിയൊക്കെ നോക്കിയിട്ട് പിന്നെ വീടിന് അടുത്ത് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. പണ്ടൊക്കെ ശനിയാഴ്ചയൊക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന വരുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്ന അമ്മയ്ക്കാട്ടോ വല്ലതൊക്കെ കഴിക്കാനായിട്ട് മേടിക്കുന്നത്. അങ്ങനെ അതാണ്ട് കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അമ്മ വലിയ സർപ്രൈസൊന്നും ആയിട്ടില്ല കേട്ടോ. അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന അമ്മ ഒന്നിനും ചായയൊക്കെ ഇട്ട് പിന്നെ കഴിക്കാനായിട്ട് ഉള്ളിവട എന്തോ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതൊക്കെ കഴിച്ചിട്ടുന്നപ്പോഴത്തേനും അമ്മ എടുത്താണ്ട് അപ്പുറത്ത് ആദ്യം ശിവയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ കുറച്ചു നേരമൊക്കെ അവരുടെ കളിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.